മലയാളത്തിന് സ്വന്തം സിഡ്നി മലയാളി റേഡിയോ 2000. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിഡ്നി മലയാളി റേഡിയോ 2000. അടുത്തതായി വർത്തമാനം, പ്രവാസത്തിന്റെ നേർക്കാഴ്ചകളുമായി ഒരു സംവാദം. അവതരിപ്പിക്കുന്നത് സന്തോഷ് ജോസഫ്. പ്രിയ ശ്രോതാക്കളെ, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ശ്രദ്ധേയമായ പ്രവാസ ചരിത്രമാണ് മലയാളികൾക്കുള്ളത്. ഇന്ത്യയിലെ മറ്റ് പ്രദേശവാസികളിൽ നിന്ന് വ്യത്യസ്തമായി കുടിയേറ്റ അവബോധമുള്ള പ്രവാസത്തിൻ്റെ സാഹസികത ഉള്ളവരാണ് കേരളീയർ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല. മലയാളികൾ കുടിയേറാത്ത പ്രദേശങ്ങൾ ഭൂപ്രദേശത്തുണ്ടാകാൻ വഴിയില്ല. അറബ് രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഓഷ്യാനിയ എന്നിവിടങ്ങളിലുള്ള മലയാളി സമൂഹങ്ങളുടെ കുടിയേറ്റ ചരിത്രവും അവർ ഏർപ്പെട്ടുവരുന്ന സാമൂഹ്യ, സാംസ്കാരിക, കലാപരമായ പ്രവർത്തനങ്ങളും മലയാളികൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിയും അവർ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ സംസ്കാരവും മൂല്യബോധവും പാരമ്പര്യവും കലയും സാഹിത്യവും എന്നിങ്ങനെ തങ്ങളുടേതായ തനിമകൾ നിലനിർത്താനും വരും തലമുറകൾക്ക് പകർന്നു നൽകാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തലമുറകളിലേക്കുള്ള സാംസ്കാരിക വിനിമയം ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് താൻ. പ്രവാസി മലയാളി കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈ പറഞ്ഞ തനിമകളിലെത്തിപ്പെടുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി സംഘങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇന്നത്തെ വർത്തമാനം പരിപാടിയിൽ ലോക മലയാളി പ്രവാസി സമൂഹങ്ങളിൽ നടന്നുവരുന്ന മൂല്യവത്തായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓസ്ട്രേലിയയിലെ മലയാളി കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചാ പരിപാടിയിൽ പങ്കെടുക്കാൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ള ശ്രീ വിപിൻ മാത്യൂസ്, IT കൺസൾട്ടൻറ്റ്, 7 വർഷമായി ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു. ശ്രീ സോജൻ ചെന്നാഥ്, പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ, 6 വർഷമായി ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു. രണ്ടുപേരെയും ഈ ചർച്ചാ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. വർത്തമാനം ഇന്ന് കണ്ണോടിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പ്രവാസി മലയാളി കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങളും അത് ഓസ്ട്രേലിയയിലെ കമ്മ്യൂണിറ്റി അംഗങ്ങളെന്ന നിലയ്ക്ക് നമുക്കൊക്കെ നൽകുന്ന സന്ദേശങ്ങളും പാഠങ്ങളും ഒക്കെയാണ്. നമ്മുടെ മലയാളി പ്രസിദ്ധീകരണങ്ങൾ, ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രാമുഖ്യമായ ഒരു സ്ഥാനമാണ് പ്രവാസി വാർത്തകൾക്ക് നൽകിയിട്ടുള്ളത്. വാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ആവർത്തന വിരസങ്ങളായ ധാരാളം വാർത്തകൾ നമ്മൾ കാണുമ്പോഴും വളരെ പുരോഗതി അറിയിക്കുന്ന അല്ലെങ്കിൽ വളരെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ പല കോണുകളിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായും മലയാളിയുടെ പ്രവാസ ചരിത്രം അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഗൾഫ് മേഖലകളിലാണ് ഏറ്റവും ശക്തി ആർജിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ഗൾഫ് മേഖലകളാണ്. ഗൾഫ് മേഖലകളിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ മാതൃകയാണ്. ധാരാളം പ്രവർത്തനങ്ങൾ ഇതുപോലെ അമേരിക്കയിലെയും യൂറോപ്പിലെയും പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ആവർത്തനങ്ങളല്ലാത്ത പുതുമയാർന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങൾ എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്താണ് മലയാളികൾ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ചെയ്തു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ശ്രീ വിപിൻ നോക്കിക്കാണുന്നത്? നന്ദി സന്തോഷ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ മലയാളികളുടെ ചരിത്രം, പ്രവാസ ചരിത്രം വളരെ സുദീർഘമാണ്. അനേകം വർഷങ്ങളായി മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ജീവിക്കുന്നു. അമേരിക്കയെക്കുറിച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അമേരിക്കയിൽ മലയാളികൾ എത്തിയിട്ട് ഒത്തിരിയേറെ പതിറ്റാണ്ടുകളായി എന്ന് തന്നെ പറയാം. അമേരിക്കയുടെ പ്രത്യേകതകളും ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകതകളും എടുക്കുമ്പോൾ ഒന്ന്
എടുത്തു പറയേണ്ടത് ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുകയുണ്ടായി. അവിടെ ഒത്തിരിയധികം മലയാളികളുണ്ട് എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു കുടിയേറ്റ നിയമത്തിൻ്റെ ഒരു പ്രാധാന്യവും അവിടെയുണ്ട്. കാരണം ഗൾഫിലെത്തുന്ന എല്ലാ മലയാളികളും ഒരു നാൾ തിരിച്ച് കേരളത്തിലേക്ക് പോകേണ്ടവരാണ്. ആ ഒരു യാഥാർത്ഥ്യം അവരുടെ മനസ്സിൻ്റെ ഉൾത്തട്ടിൽ എവിടെയോ കിടപ്പുണ്ട് എന്നുള്ളത് അവരെ സ്വാധീനിക്കുന്ന ഒരു വസ്തുതയായി ഞാൻ കണക്കാക്കുന്നു. എന്നും അവരവിടെ പ്രവാസികളാണ്. അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ UK-യിലോ അയർലൻഡിലോ ആ ഒരു അവസ്ഥയല്ല. മറ്റൊരു കാര്യം, അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങളുടെ പ്രത്യേകതകൾ കാരണം ഒരു കുടുംബം അവിടെ ചെന്നാൽ, പ്രത്യേകിച്ച് പഴയ കാലഘട്ടങ്ങളിൽ, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അവിടെ എത്തുവാനായിട്ടുള്ള ഒരു അവസരമുണ്ടായിരുന്നു. അതിനാൽ അവർക്ക് അവിടെയുള്ള ഒരു ചുറ്റുപാടും അവർക്ക് അവിടെയുള്ള ഒരു ഡിപ്പെൻഡൻറ്റ് സർക്കിളും വളരെ വ്യത്യസ്തമായിരുന്നു. അതിനാൽ തന്നെ അവരുടെ കുടുംബപരമായ കാര്യങ്ങളിൽ അവർക്ക് സഹായവും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുവാനുള്ള സമയവും ഉണ്ടായിരുന്നുവെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കുവാൻ സാധിക്കുമെന്നുള്ളതൊരു വസ്തുതയായിരിക്കെ തന്നെ ഓസ്ട്രേലിയയിലെ മലയാളികളുടെ ചരിത്രവും മലയാളികളുടെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടായിരിക്കാം ഒരുപക്ഷെ മലയാളികൾ അധികമായി സിഡ്നിയിലും ഓസ്ട്രേലിയയിലും മെൽബണിലും മറ്റു ഭാഗങ്ങളിലും എല്ലാം എത്തിച്ചേർന്നത് എന്നതിലുപരിയായി ഓസ്ട്രേലിയയിലേക്കുള്ള വരവ് അത്രയ്ക്ക് എളുപ്പമായ ഒരു മാർഗത്തിലൂടെ അല്ലായിരുന്നു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരുപക്ഷെ ഒന്ന് ഇടപെട്ടോട്ടെ. ഈ 10 വർഷത്തെ മലയാളി പ്രവാസ ചരിത്രമുള്ള ഓസ്ട്രേലിയയെക്കുറിച്ച് പരാമർശിച്ചല്ലോ. എൻ്റെ നിരീക്ഷണത്തിൽ യൂറോപ്പിലെ അയർലൻഡ് എന്ന രാജ്യം കേവലം 10 വർഷം മാത്രമേ ആയുള്ളൂ. ഓസ്ട്രേലിയയെ സംബന്ധിച്ചാണ് 10 വർഷത്തിന് മുമ്പ് മലയാളികൾ എത്തിയിട്ടുണ്ട്. ശക്തമായ കുടിയേറ്റം കഴിഞ്ഞ 10 വർഷമാണെന്ന് പറയാം. പക്ഷേ അയർലൻഡിൽ 10 വർഷമേ കുടിയേറ്റം സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കുടിയേറ്റം അവസാനിക്കുകയും ചെയ്തു. എന്നാൽ പൊതുവെ മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചടുലവും ശക്തവുമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഇവിടുത്തെ എല്ലാ പരിമിതികളും മലയാളികൾക്ക് അവിടെ ഉണ്ട് താനും. എന്തുകൊണ്ടാണ് അത്? ഒരു നല്ല ഒരു ചിന്തയാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ. പക്ഷേ അതിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുകയുണ്ടായി. അയർലൻഡ് ഓസ്ട്രേലിയയുടെ ഭൂപടവുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു രാജ്യമാണ്. ഒരുപക്ഷെ അവിടെ എത്തിപ്പെടുന്ന മലയാളികൾ ഒരുപക്ഷെ ഡബ്ലിനിൽ തന്നെ ആയിരിക്കാം ഒത്തിരി അധികം. അതിനാൽ അവിടെ ഒരു കൊലൊക്കേഷൻ, ഒരേ ഒരു സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് കുറെ കൂടി സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഓസ്ട്രേലിയയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പല വിധത്തിലായിരിക്കാം. പിന്നെ ഒരുപക്ഷെ ഈവൻ സിഡ്നി തന്നെ വളരെ വലുതായി, ഗ്രേറ്റർ സിഡ്നി ആയതോടെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു വരാം. ശ്രീ സോജൻ, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ മലയാളികൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പൊതുവെ ഒരു ചൊല്ലുണ്ട്, ഞാനും എൻ്റെ കാറും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വീടും, ഇതിനപ്പുറം എന്തിനാണ് ഞാൻ പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നത്. ഇതൊരു തമാശ രൂപത്തിൽ പറയുകയാണെങ്കിലും അതിൽ അല്പം കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരെയും മതിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതവും സമ്പാദ്യവും ഒക്കെ തന്നെയാണല്ലോ. ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. സന്തോഷ് പറഞ്ഞതുപോലെ വിപിൻ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, എല്ലാ മനുഷ്യരും അവരുടെ വിജയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള നെട്ടോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവാസി ഇല്ലെങ്കിൽ കുടിയേറ്റം സാധാരണ നടക്കുന്നത്. പക്ഷേ നേരത്തെ ഇല്ലെങ്കിൽ 10 വർഷം മുമ്പ് അയർലൻഡിലെയോ ഇല്ലെങ്കിൽ ദുബായിലെയോ ഇല്ലേ അമേരിക്കയിലെയോ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഓസ്ട്രേലിയ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത് സന്തോഷ് പറഞ്ഞതിന് വളരെ പ്രസക്തമുണ്ട് എന്ന് തോന്നുന്നു. കാരണം എൻ്റെ കാറ്, എൻ്റെ ഭാര്യ, ഇല്ലെങ്കിൽ എൻ്റെ ജോലി, ഈവൻ പല അവസരങ്ങളിലും കുട്ടികളിലോട്ട് പോലും ആ ചിന്ത എത്തുന്നില്ലാത്തൊരു സിറ്റുവേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓസ്ട്രേലിയ എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു കുടിയേറ്റം ഇല്ലെങ്കിൽ ഇത്രയും പോപ്പുലേഷൻ അങ്ങ് കൂടാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടില്ല. രണ്ടാമത് ആളുകളുടെ പ്രയാണം കൂടുതലും പെട്ടെന്ന് പൈസ സമ്പാദിക്കുക, ഇല്ലെങ്കിൽ അവരവരുടെ ചെറിയ ചെറിയ സമ്പാദ്യം കൊണ്ട് വലിയ വലിയ ലയബിലിറ്റീസിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. സോജൻ ശരിയാണ് പറഞ്ഞു വരുന്നത്. എന്നാലും നമ്മുടെ കൃത്യമായ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞാൻ ഇടപെടുകയാണ്. എന്തിനാണ്, എൻ്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും എന്ന ആ വളരെ ചുരുങ്ങിയ ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന് മാറി ഒരു സമൂഹത്തിന് വേണ്ടി ചില പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന രീതിയിൽ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സാമൂഹികമായ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കലാപ്രവർത്തനങ്ങൾ. ഇതിനൊക്കെ പിന്നിൽ ഓടുന്നത് യാതൊരു സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിച്ചുകൊണ്ടാവില്ല. എന്തിനാണത് ചെയ്യുന്നത്?
എന്തിനു ചെയ്യണം അത്? കാരണം അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായെങ്കിലേ അത് നമ്മുടെ സമൂഹത്തിനോ ഇല്ലെങ്കിൽ നമ്മുടെ ആ പാരമ്പര്യത്തിനുള്ള തനിമ നമ്മൾ പുതിയ ജനറേഷനിലോട്ട് പകർന്നു കൊടുക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും അതിൻ്റെ അകത്ത് വലിയൊരു തനിമയും ഒരുമയും ഒരു വലിയൊരു പുരോഗതിയും വരും. അതിപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് കാരണമായിട്ട് വരുന്നത് ആർട്സിൻ്റെ മേഖലകളിലാണെങ്കിലും ഇല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും അവിടെ സ്കൂളായി പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. അപ്പം പൊതുവായിട്ടുള്ള ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള അവസരവും അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികൾ കൂടുതൽ അവസരങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ള ആളുകളെ അതിലോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ശരിയാണ് സോജൻ. വിപിൻ, ഈ പറഞ്ഞ തലമുറകളിലേക്ക് പകർത്തപ്പെടുക എന്നൊരാശയം എന്ത് തോന്നുന്നു? അത് ശരിയാണോ? അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് വളരെ ശരിയാണ്, അത് അത്യന്താപേക്ഷിതവുമാണ്. എന്നാൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനൊരു കൃത്യമായ ഒരു പശ്ചാത്തലം കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരിക്കലും നമ്മളുടെ കുട്ടികളെയോ നമ്മളുടെ വരുന്ന തലമുറകളെയോ നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളിൽ നിന്ന് ഒത്തിരി മാറിക്കൊണ്ടുള്ള ഒരു സംസ്കാരം അവർക്ക് ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്ക് കരുതുന്നത് ഒരു മിഥ്യാബോധമാണ്. എന്നാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തെ നമ്മൾ എങ്ങനെ നമ്മളുടെ മക്കളിലേക്ക് എത്തിക്കാമെന്നതിനോടൊപ്പം തന്നെ എന്താണ് കേരളത്തിൻ്റെ സംസ്കാരം എന്നുള്ളത് നമ്മൾ ഒരു വ്യക്തത നമ്മളിലും നമ്മളുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്നതിലും നമുക്ക് വേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ശരിയാണ് വിപിൻ. ഈ ചർച്ചയിൽ ടെലിഫോൺ ലൈനിലൂടെ പങ്കെടുക്കുന്നു സിഡ്നി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് KP ജോസ്. ജോസേട്ടാ നമസ്കാരം. നമസ്കാരം സന്തോഷ്. ജോസേട്ടാ, ഇവിടെ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദി. ഇപ്പോ വളരെ അർത്ഥവത്തായ ഒരു പ്രോഗ്രാമാണ്. പ്രവാസികളുടെ ഈ ചർച്ചകളിലേക്ക് നിങ്ങൾ ഇന്നത്തെ വിഷയം മാറ്റിവെച്ചത് തന്നെ താങ്ക് യു ജോസേട്ടാ. ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ സോജൻ പറയുകയുണ്ടായി മലയാളി പ്രവാസികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അത് അടുത്ത തലമുറയിലേക്ക് അതിൻ്റെ മൂല്യങ്ങളും അർത്ഥങ്ങളും പങ്കുവെക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമാണെന്ന് പറഞ്ഞു. ജോസേട്ടൻ്റെ ഇവിടുത്തെ സിഡ്നി മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം വെച്ചുകൊണ്ട് അടുത്ത ഒരു തലമുറയിലേക്കുള്ള ഒരു പകർത്തൽ നടക്കുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അടുത്ത തലമുറയിലേക്ക് നമ്മൾ ഒരു പ്രവർത്തനം മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഈ തലമുറ അടുത്ത തലമുറയിലേക്ക് പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ സാധാരണ കണ്ട നിലയിൽ പണ്ട് ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് ഇവിടുത്തെ മലയാളികൾ വന്നപ്പോഴെല്ലാം അവരെല്ലാവരും ഏകോപിച്ച്, അതായത് ഒന്നായിട്ട് നിന്ന് ഒരു സോഷ്യൽ ആക്ടിവിറ്റി പ്രവാസി എന്ന നിലയിൽ അവർ പങ്കെടുത്തിരുന്നു, ഓരോരുത്തരെ കാണാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഞാൻ പ്രോഗ്രാം കേട്ടതിൽ നിന്ന് ഒരു 5-6 വർഷമായിട്ട് വന്ന ഒരു ഭയങ്കര ഒരു തള്ളലുണ്ടായിരുന്നല്ലോ നമ്മുടെ മലയാളി വരവിന്. ആ സമൂഹത്തിലേക്ക് ഒന്ന് കടന്നു നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഐഡിയലിലേക്ക്, അതായത് വരുന്ന തലമുറയ്ക്ക് പകർത്തി കൊടുക്കാനുള്ള ഒരു ഐഡിയലിസം ഞാൻ അവരിൽ കാണുന്നില്ല. ഞാൻ കണ്ട ഒരു ചെറിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വരുന്നവർ ഞാനൊരു മലയാളി, വേറൊരു മലയാളി ഇവിടെ താമസിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ, കഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ അവൻ ആ പുതിയ വരുന്ന ഒരാൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ജോസേട്ടാ, ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യാഥാർത്ഥ്യം മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ചെറിയ കൂട്ടായ്മകൾ എല്ലാവരും കൂടി ഒരുമിച്ചാൽ ഇവിടെ മലയാളികൾ ധാരാളം ഉണ്ടെന്നുള്ള ഒരു ആദ്യത്തെ ഒരു അറിവ് തന്നെ വേണം. കാരണം സിഡ്നിയിൽ 4,000-5,000 പേരോളം മലയാളി ഫാമിലീസ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ തീർച്ചയായിട്ടും 4,000-ൽ മേലെ ഫാമിലീസ് ഇവിടെ ഉണ്ടാകും. അതായത് ഞാൻ പറയുന്നത് സിഡ്നി മെട്രോ, സിഡ്നി സബർബ്സ് എല്ലാം കൂടിയും ന്യൂ കാസൽ ടു വുളോംഗോങ് തീർച്ചയായിട്ടും 5,000 ഫാമിലിയിൽ കൂടുതൽ കാണും. പക്ഷേ നമ്മൾ ഒരു ഓണം അല്ലെങ്കിൽ ഒരു ക്രിസ്മസ്, ഒരു ചെറിയ കൂട്ടായ്മ പെൻറിത്ത്, വുളോംഗോങ് അല്ലെങ്കിൽ വെസ്റ്റ്മെയ്റ്റ്, സിഡ്നി എന്ന് പറയുന്നതിൽ വലിയ ഇതില്ല, വലിയൊരു കാര്യമല്ല അത്. കാരണം മലയാളികൾ എവിടെ ചെന്നാലും അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ വളരെ പ്രാപ്തരാണ്. എങ്കിലും ഫ്യൂച്ചറിലേക്ക് നമ്മുടെ
വരും തലമുറയിലേക്ക് ഇത് എന്തെങ്കിലും പകർത്തി കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബാക്കിയുള്ളവർക്ക് എനിക്ക് എന്നല്ലാതെ നീ നിനക്ക് നിന്റെ എന്നുള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നു. ക്രമേണ അത് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോസേട്ടാ, ആ ഒരു ചിന്ത അത് നമ്മൾ മുന്നോട്ട് വെക്കുകയാണോ, അഥവാ നമ്മൾ നേതൃത്വം നൽകി അത് കാണിച്ചു കൊടുക്കുകയാണോ, അതോ അടിത്തട്ടിൽ നിന്ന് രൂപപ്പെട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണോ നല്ലത്? അടിത്തട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരണമെങ്കിൽ, അവസാനിപ്പിക്കാൻ സമയമായിരുന്നു, ചുരുക്കി പറഞ്ഞാൽ, അടിത്തട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരണമെങ്കിൽ അതിൻ്റെതായ ചില സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തിരിക്കണം. ആ സ്റ്റെപ്പുകൾ ഇപ്പോൾ ഇവിടെ മലയാളി അസോസിയേഷൻ പല കൂട്ടായ്മകളുണ്ട്. ഒരുമിച്ച് നിന്നാൽ പല പ്രവർത്തനങ്ങളും വരുംകാല തലമുറയ്ക്ക് നമുക്ക് പകർത്തി കൊടുക്കാൻ പറ്റും. ജോസേട്ടാ, ഒരു ചോദ്യം കൂടി. ഇപ്പം സിഡ്നി മലയാളി അസോസിയേഷന്റെ വരുംകാല പ്രവർത്തന ആസൂത്രണത്തിൽ നിലവിലുള്ള ഈ ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള പരിപാടികളല്ലാതെ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ തൽക്കാലം അത് ചിന്തിച്ചിട്ടില്ല. എങ്കിലും ഈ കൂട്ടായ്മകൾ കൂടി നടക്കുന്ന ചെറിയ ഓണങ്ങളും മറ്റുള്ള ക്രിസ്മസുകളും അങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം ഒരുമിച്ച് നടത്താനുള്ള ഒരു പ്രത്യേക പ്രവണതയിലേക്ക് എൻ്റെ കമ്മിറ്റിയും ഞാനും പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നുണ്ട്. കാരണം എല്ലാ ഏരിയയിൽ നിന്നുമുള്ള കമ്മിറ്റി മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത ജനറൽ ബോഡിയിലെ ഞങ്ങളുടെ ഒരു ചെറിയ തീരുമാനം. ഓക്കെ ജോസേട്ടാ, ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെ നന്ദി. എനിക്ക് സംസാരിക്കാൻ ചാൻസ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ട് ഞാൻ ആദ്യം മുതൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിഡ്നി മലയാളി റേഡിയോയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. നന്ദി ജോസേട്ടാ. വിപിൻ, ഇത് ജോസേട്ടൻ നിർത്തിയെടുക്കുന്നതിന് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ജോസേട്ടൻ പറഞ്ഞല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യണം എന്ന്. എനിക്ക് തോന്നുന്നു അതിൻ്റെ വിശകലനത്തിലേക്ക് നമുക്ക് പോകാൻ സമയം പരിമിതി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി രൂപപ്പെട്ടു വരേണ്ടത്? അതിലേക്കായിരുന്നു ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. കാരണം ജോസേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പല പരിപാടികളും നമുക്കിവിടെ ഉണ്ട്, പല സംഘടനകളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്ന് ഒരുമ വരികയാണെങ്കിൽ, അതെല്ലാം കൂടെ ചേർന്ന് വരികയാണെങ്കിൽ അതിനൊരു വലിയ പവറുണ്ട് എന്നുള്ളത് ഞാൻ കരുതുന്നു. അത് മലയാളമെന്നും കേരളമെന്നുള്ള ഒരു തീമിന് കീഴിൽ നിന്നുകൊണ്ട് മറ്റെല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് പല ഭാഗങ്ങളിലുള്ള മലയാളി കൂട്ടായ്മകളെല്ലാം ഈ ഒരു കുടക്കീഴിൽ വന്ന് മലയാളത്തിൻ്റെ സംസ്കാരവും ചരിത്രവും എന്താണെന്ന് സ്വയം തിരിച്ചറിയുക കൂടി ചെയ്തുകൊണ്ട് അത് നമ്മളുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനായി ഒരു പുനർവിചിന്തനം ആവശ്യമാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. നന്ദി വിപിൻ. സോജൻ, ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ പറഞ്ഞ ഈ ആശയത്തോട് എന്ത് പ്രതികരണമാണുള്ളത്? ഈ ആശയത്തോട് പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം വിപിൻ അതിലോട്ട് പറഞ്ഞു വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ എൻവയോൺമെൻറ്റ്, ഇന്നത്തെ സാഹചര്യവും കുട്ടികളുടെ ആ വളർച്ചയും നമ്മൾ മറന്നുകൊണ്ടൊരു പാരമ്പര്യത്തിലോട്ട് പോവുക എളുപ്പമല്ല. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഈ സിഡ്നി റേഡിയോ ഓർഗനൈസ് ചെയ്യുന്ന പോലെ പല പരിപാടികളും ശ്രദ്ധിച്ചതിലൂടെ പല രീതിയിലുള്ള കഴിവുള്ള പ്രതിഭകളെ കണ്ടെത്തി അവ ഒരുമിച്ച് നടത്തുമ്പോൾ അത് വാല്യൂ ബേസ്ഡും മറ്റ് തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കാവുന്ന ഒരു വേദിയായിട്ട് മാറും. അങ്ങനെ അത് വളരെ വലിയ നിലയിലേക്ക് ഉയരുമെന്ന് എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. നന്ദി സോജൻ. ഇന്നത്തെ വർത്തമാനം, ഈ ചർച്ചാ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ചർച്ച ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹങ്ങളിൽ കൂടുതൽ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള സംവാദങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നൂതനങ്ങളായ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ നമ്മുടെ മലയാളി സംഘങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവർക്ക് കഴിയട്ടെ. അത്തരം ചർച്ചകൾ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത വിപിൻ മാത്യൂസ്, സോജൻ ചേനാത്ത്, സിഡ്നി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് KP ജോസ്, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.